ഹലോ കൂട്ടുകാരെ, ഇത് യു കെയിലുള്ളവർക്ക് വേണ്ടിയാണേ. പാസ്പോർട്ട് ഇ വിസയുമായിട്ട് ലിങ്ക് ചെയ്തായിരുന്നു നമ്മുടെ ട്രാവൽ ഡോക്യുമെൻറ്റ്. ഇനി മുതൽ നമുക്ക് BRP ആവശ്യമില്ല, നമുക്ക് ഓൺലൈൻ വിസയാണല്ലോ. അപ്പോൾ അന്നേരം ആ ഓൺലൈൻ വിസയിലേക്ക് നമ്മുടെ പാസ്പോർട്ട് ലിങ്ക് ചെയ്യണം. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് ചെയ്തത്. അപ്പം അത് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇതിനകത്ത് കാണിക്കാം, സിമ്പിളായിട്ട്. ചെയ്യാത്തവർക്ക് വേണ്ടിയാണേ. പിന്നെ അതേപോലെ തന്നെ സർനെയിം ഇല്ലാത്തവർക്ക് നേരത്തെ പറ്റില്ലായിരുന്നു, ഇപ്പം വീണ്ടും അവർ വേറൊരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് മാനുവലി അടിച്ച് കയറ്റാൻ പറ്റുന്നത്. അപ്പോൾ സർനെയിം ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ഗിവൺ നെയിം ഫുള്ള് സർനെയിമിൻ്റെ കോളത്തിലേക്ക് അടിച്ചാൽ മതി. ഗിവൺ നെയിമിൻ്റെ കോളത്തിൽ ഒന്നും ചെയ്യേണ്ട, അത് ബ്ലാങ്കായിട്ട് ഇട്ടാൽ മതി. എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത പേജിലേക്ക് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതെല്ലാം അന്നേരം കൊടുത്താൽ മതി. അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ. gov.uk ഇ വിസയിൽ ഓൺലൈൻ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ്, പിന്നെ അപ്ഡേറ്റ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ എടുക്കുക, അപ്ഡേറ്റ് യുവർ UK അക്കൗണ്ട് ഡീറ്റെയിൽസ് എടുക്കുക, സൈൻ ഇൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ BRP നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, കണ്ടിന്യൂ, നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിന്യൂ. പിന്നെ അന്നേരം നമുക്ക് സെക്യൂരിറ്റി കോഡ് നമ്മുടെ മൊബൈലിലേക്ക് വരും, അതടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇത് വരും. പിന്നെ ആഡ് ന്യൂ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, പിന്നെ നോ മൈ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേഞ്ചസ് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. പിന്നെ പാസ്പോർട്ട് എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് അത് നമ്മൾ അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും. പിന്നെ നമ്മുടെ ചൂസ് ഫയൽ എടുക്കുക. ചൂസ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, നമ്മുടെ സ്കാൻ ചെയ്ത് മൊബൈലിൽ കിടപ്പുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് അതിനകത്ത് വരും. അതിനുശേഷം വീണ്ടും കണ്ടിന്യൂ, പിന്നെ സബ്മിറ്റ് ആൻഡ് കണ്ടിന്യൂ. യുവർ അപ്ഡേറ്റ് റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻറ്റ്. അത്രയേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.